ആരൊക്കെ വന്നു? റാമിയ, ഐനം, ജഹ്റന്റെ വീഡിയോ ആണല്ലോ. ശരിയായില്ല? ഓക്കെ, ആദം ലീല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ഒന്നും പഠിച്ചില്ല. എല്ലാവരും ഒന്നും എനിക്ക് എഴുതി അയച്ചില്ലല്ലോ, വോയിസ് വിടാൻ പറഞ്ഞിട്ട്. എല്ലാവരും ഒന്നും ചെയ്തില്ലല്ലോ. മിശ്രിയ ചുമയുണ്ടാ? അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിച്ചേ? നമ്മളിതൊക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി വായിക്കണ ഇത് എഴുതാൻ പഠിക്കില്ല ഇന്ന്. ഇത് ഇനി വായിക്കണ ഇതൊക്കെ നബത്തൊന്നും വായിക്കണ്ടല്ലോ, പഠിഞ്ഞിട്ടില്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എന്നാ നമുക്ക് ഇതൊന്നും കൂടി റിവിഷൻ ചെയ്യാം അല്ലേ? ഇതെന്താ വായിച്ചേ? ബാബ, വെരി ഗുഡ്. ബാബ, വെരി ഗുഡ്. മിസ്രിയൻ്റെത് ഓൺ ആക്കിയിട്ടില്ല. സഹറ ഓൺ ആക്കിയിട്ടില്ല. ഇനി വീഡിയോ കാണുന്നില്ലെങ്കിൽ ഓൺ ചെയ്താളി. അതിനും വായിക്കട്ടാ. ആദം എന്താ പറയുന്നേ? ആദം ക്ലാസ് കയറാണ്ട് അവിടെ വായിച്ചിരിക്ക. ആദം ക്ലാസ്സിൽ കയറ്. ആദം മറന്നുപോയി അന്ന് ക്ലാസ്സുള്ളവരും. മിസ്രി അത് ഓൺ ആക്കിയേ. ഓഡിയോ ഓൺ ചെയ്തുതരാൻ പറയും. മിസ്രിക്ക് ചുമയുണ്ട് അല്ലേ? ഓക്കെ, ഇതെന്തായിരുന്നു? ബാബ അല്ലേ? ഒരിക്ക വായിച്ചേ, ബാബ. വെരി ഗുഡ്. എങ്ങനെ ബാബ എഴുതിയേ? ഞാൻ ഇവിടെ തന്നെ ഒന്ന് എഴുതി കാണിച്ചുതരാം. നമ്മൾ ആദ്യം ബാ വരച്ചു, എന്നിട്ട് അലിഫിലെ അലിഫ് ഇട്ടു. ഓക്കെ, ഇതാ ബാ. അതിന് മുകളിൽ വര വരച്ചു. അപ്പൊ ബാ, എന്നിട്ട് ഒരു ബാ കൂടി വരച്ചു അല്ലേ? അപ്പൊ ബാ ബാ വായിച്ചു അല്ലേ? ഓക്കെ, മിസ്രിയ ഓഡിയോ ഓൺ തരാൻ പറയും. സഹറ ക്ലിയർ ആയി. ഓക്കെ, നൗറ ഓൺ ആക്കിയേ. എന്നിട്ട് ഇത് വായിക്കട്ടാ. അപ്പൊ ബാബ. ബാബ എങ്ങനെ കിട്ടിയ മനസ്സിലായില്ലേ? ബാബനെ ഇനി എവിടെ കണ്ടാലും എഴുതിട്ടാ. ഓക്കെ, ഇനി അടുത്തത് താബ അല്ലേ? ഇത് 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 ശ്രദ്ധിച്ചാലുള്ള എഴുതാൻ കഴിയട്ടെ. സഹ്റ ഷറായില്ലേ? ബാബ പഠിഞ്ഞോ സഹ്റക്ക്? ബാബ പറഞ്ഞേ, ഇതാണ് ബാബ കേട്ടോ. ബാബ. ബാബ അറിയില്ലേ? ബാബ എങ്ങനെ എഴുതുക? നമ്മൾ ബാ എഴുതി, എന്നിട്ട് നമ്മൾ മുകളിലോട്ട് അലിഫ് ഇട്ട് കൊടുത്തു, എന്നിട്ട് താഴെ ഡോട്ട് മുകളിൽ വര. അപ്പൊ ബാ, വീണ്ടും ഒരു ബാ കൂടി വരച്ചപ്പോ ബാബ. അതിനി മറക്കരുത് ട്ടാ. ഇനി അടുത്തത് എന്താണ്? താബ. ഓക്കെ, താബ. വെരി ഗുഡ്. നൗറ സ്ക്രീനിൽ നോക്കി, എല്ലാവരും സ്ക്രീനിൽ നോക്കിട്ടാ. ഇപ്പൊ എഴുതരുത്. നിങ്ങൾക്ക് ഒന്ന് എളുപ്പത്തിൽ പഠിഞ്ഞതിന് ശേഷം എഴുതിയാൽ മതി ട്ടാ. ഇതെന്താണ്? താബ. എങ്ങനെ ഇത് താബ വായിച്ചേ? അതിന്റെ മുകളിൽ തന്നെ ഞാൻ എഴുതി തരാം. ഓക്കെ, നമ്മള് ഇങ്ങനെ പോലെ താ അല്ലെ? മുകളിൽ അലിഫിട്ട് മുകളിൽ രണ്ട് താ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് ബാ ബാ.
ആ അപ്പൊ താബ. ഓക്കെ, ഇനി അതെന്താണ്? ഇതെന്താ വായിച്ചേ? വായിച്ചേ. ഇതെന്താ ആദ്യത്തെ അക്ഷരം? ഞാൻ ഇവിടെ എഴുതി തരാം. ഇവിടെ ഇതാ, ഇതെന്താണ്? പിന്നെ പേരൻസിനോട് ഒരു കാര്യം, ഇവിടെ കറണ്ട് ഇല്ല, അഥവാ ഇത് ഓഫ് ആയിട്ടില്ല, കുഴപ്പമില്ല, ഇൻവെർട്ടർ ഉണ്ട്. ഇൻവെർട്ടർ ഓഫ് ആക്കിയോ? ഇൻവെർട്ടർ ഉണ്ട്. ഇനി അഥവാ ഓഫ് ആവുകയാണെങ്കിൽ നിങ്ങൾ എഴുതിക്കോളേണ്ടി കേട്ടോ. റിയ, ഇത് ഓണല്ലല്ലോ. ചാർജ് കയറുന്നില്ല, അതുകൊണ്ടാ ലേറ്റ് എത്തണുണ്ടാവും അല്ലേ. അപ്പൊ നോക്ക്, ഇവിടെ 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 ഞാൻ എഴുതുന്ന കാണുന്നില്ലേ? സ്ക്രീൻ ഇനി വലുതാക്കണോ? ഒന്നും കൂടി വലുതാക്കി തരാം. ആ ഡോർ ചാരിക്കണം. എത്തുബു അല്ല, എത്തൂബു. കൺട്രോൾ സെറ്റ്. ഓക്കെ, ആ ഓക്കെ. അപ്പൊ ബാബ കഴിഞ്ഞു. ഞാനിപ്പോ സ്ക്രീന് വലുതാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആദ്യം എഴുതിയ ഇത് കാണൂല കേട്ടോ, താപ കാണൂല. ഇനി ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് ശ്രദ്ധിക്കട്ടാ. ഇതൊക്കെ ആരാ? ജുവൈരിയ. ഇതാണ് ഞാൻ പഠിക്കുന്ന കേട്ടാ. നിങ്ങൾ എങ്ങനെയാ വായിച്ചേ? യത്തൂബൂന്ന് എങ്ങനെയാ വായിച്ചേ? ഇത് നോക്ക്, ഞാൻ ഇവിടെ എഴുതി തരാം. ഇത് ആദ്യം നമ്മൾ യാ പഠിച്ചില്ലേ? ഇന്നലെ നമ്മൾ യാ പഠിച്ചില്ലേ? ആ യാ എഴുതി നമ്മള് യത്തൂബു. ഓക്കെ, ആദ്യം നമ്മള് രണ്ട് തോണി വരച്ചിട്ട് അതിന്റെ കൂടെ വാ വരച്ചു. ആദ്യം നമ്മള് താഴെ 2 ഡോട്ട് ഇട്ടാൽ യാ ആണ് പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിന്റെ മുകളിൽ വേണ്ടപ്പ യാ, പിന്നെ ത, തൂ. അപ്പൊ തൂനെ നീട്ടാൻ നമ്മൾ വാവ് കൊടുത്തു അല്ലേ? അപ്പൊ യത്തൂബു. ഇനി വായിച്ചത് എന്താന്ന്? വെരി ഗുഡ്. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഇന്നലെ ഞാൻ എഴുതി തന്ന പോലെ ബ, ബി, ബു, തീ, തു അത് എഴുതിയിട്ട് അതിൽ നിന്നാണ് ഓരോ അക്ഷരം എടുത്തിട്ട് നമ്മൾ ഒരുമിച്ച് എഴുതുന്നത് അല്ലേ? ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ? അത് മാത്രമാണ് ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ യാ എടുത്ത് എഴുതി. അതേപോലെ തൂ നമ്മൾ പഠിച്ചില്ലേ? താ, തീ, തൂ. ആ തൂ വന്നു, ബ, ബി, ബൂത്ത് ബു വന്നു അല്ലേ? അപ്പൊ നമ്മൾ ഒരുമിച്ച് വായിച്ചപ്പോ യത്തൂബു. അങ്ങനെ വേണം പഠിക്കാൻ കേട്ടോ. ആയിഷ വന്നല്ലോ. ആയിഷ വന്നു. ജുവൈരിയ ലീവാന്ന് തോന്നുന്നു. ആദം മറന്നുന്നാവും. ആദം ഇതാ പിന്നെ വന്നാ. ശരി. ഓക്കെ, എല്ലാരും എനിക്ക് കാണുന്നില്ല. ഞാൻ ഈ സ്ക്രീൻ വലുതാക്കിയപ്പോഴേ നിങ്ങൾ ചെറുതായി പോയി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ കുട്ടികൾ, ഈ രീതിയിൽ അവരെ വായിപ്പിക്കണേ, എന്നാലുള്ളവർക്ക് മനസ്സിലാവുക. ഇനി ഇതാ അടുത്തത്. വെരി ഗുഡ്. അപ്പൊ നമ്മള് സാ എവിടെ കിട്ടി? സാ, സീ, സു. ഓക്കെ, സാ, സീ, സു പഠിച്ചില്ലേ? ആ സാ ആണ് നമ്മൾ ആദ്യം എഴുതിയത്. കണ്ട, 3 ഡോട്ട് ഇട്ടാല് സാ ആണ് പഠിച്ചു. പിന്നെ അതിന് അലിഫിട്ട് കൊടുത്തു, അത് അകാരത്ത് നീട്ടാനുള്ള അലിഫിട്ട് കൊടുത്തു. അപ്പൊ സാ പഠിച്ചു. പിന്നെ നമ്മൾ ആദ്യം പഠിച്ച ബ. അപ്പൊ നമ്മൾ എന്ത് വായിച്ചു? സാബ അല്ലേ? അങ്ങനെ പഠിച്ചാല് ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഓക്കെ ഓക്കെ. നൗറ മനസ്സിലാവുന്നില്ലേ? അതിന് താനിയ ഒക്കെ പറയണത് വെച്ചത്. വെരി ഗുഡ്. അതെങ്ങനെ നമുക്ക് കിട്ടിയത്? ആദ്യം യാ എഴുതി, പിന്നെ സാ എഴുതി. യാ, യു പഠിച്ച് യാ എഴുതി. സാ, സീ, സൂ.
അല്ലേ? സൂ എഴുതി. യസൂബു. പിന്നെ നമ്മൾ ബാ ബി ബു പഠിച്ച് ബു എഴുതി അല്ലേ? അപ്പൊ നമുക്ക് എന്തിട്ടി? യസൂബു. ഓക്കെ, മിസ്രിയ കേൾക്കുന്നില്ലേ? പേരൻസ് ശ്രദ്ധിക്കട്ടെ, കാരണം എനിക്ക് അവരിനെ കാണൂല, ഞാൻ സ്ക്രീന് വലുതാക്കിയത് കൊണ്ട് അത്ര കാണൂല. ആയിട്ടില്ല, ഒരു മിനിറ്റ്. ആ ഓക്കെ. ഇനി അടുത്തത് ഇപ്പൊ നിങ്ങള് പാരന്റ്സ് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം എനിക്ക് കുട്ടികളെ ആരും കാണുന്നില്ല. അപ്പൊ ഇതെന്താണ്? ഇത് വായിച്ചേ. സവാബു. വെരി ഗുഡ്. എങ്ങനെ നമുക്ക് സവാബു കിട്ടിയത്? അതിപ്പോ ഞാൻ എവിടെ എഴുതി തരാ? ബി ഒന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. കാണുന്നില്ലേ? ഓക്കെ ആയില്ലേ? ഓക്കെ അല്ലേ അതിനും? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ സവാബു, ഇത് സവാബു അല്ലേ? ഇത് സവാബു. അത് എവിടെ നിന്ന് കിട്ടിയേ? സാ സി സു പഠിച്ചില്ലേ നമ്മള്? സാ ഇവിടെ എഴുതാം അല്ലേ? പിന്നെ നമ്മൾ എന്ത് പഠിച്ചില്ലേ? വാ വി വു, വാ എഴുതി, അപ്പൊ സവാ. പിന്നെ ബാ ബി ബു പഠിച്ച ബു എഴുതി, അപ്പൊ സവാബു. ഓക്കെ. അപ്പൊ നമ്മള് ഈ ചിഹ്നങ്ങളൊക്കെ അതാണ്, മുകളിൽ വരട്ട ആ ആണെന്നും താഴെയാണെങ്കിൽ ഈ ആണെന്നും, ഈ കർബിഡ് സിമ്പിൾ ഇട്ടാല് അങ്ങനെ പറഞ്ഞതിട്ടാല് ആണെന്നും പഠിച്ചു. അപ്പൊ നമുക്കിത് സവാബു വായിക്കാം അല്ലേ? അടുത്തത് ഇതെന്താണ്? ഇതെന്താ? വെരി ഗുഡ്. ബാബി. ബാബി എങ്ങനെ കിട്ടി നമുക്ക്? ബാ ബി ബു പഠിച്ച ബാ എഴുതി, ബി എഴുതി. എളുപ്പാണല്ലോ. നമ്മൾ ബാ ബി പഠിച്ചില്ല, അതൊന്ന് പറഞ്ഞേ. ബാ ബി ബു പറഞ്ഞേ. അപ്പൊ അതില് ആദ്യത്തെ രണ്ടെണ്ണം എടുത്തു അല്ലേ? ബാബി. അത് അറബിയിലൊരു വേർഡായില്ലേ? ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ഓരോന്ന് പഠിച്ചിട്ട് അടുത്തതിലോട്ട് പോവാട്ടോ. അപ്പൊ നമ്മൾ ബാ ബി പഠിച്ചു, അത് ഒരുമിച്ച് എഴുതിയപ്പോ ബാബി എന്നുള്ളൊരു വേർഡായി അല്ലേ? ഓക്കെ. അടുത്തതാണ് ഇനി ബാന. ഇതെന്താണ്? നമ്മൾ ഇതിനെന്താ വായിച്ചേ? അതെവിടുന്ന് കിട്ടി? പിന്നെ നമ്മള് നാ നീ നു പഠിച്ചു അല്ലേ? അതേപോലെ നാ ഒറ്റക്ക് എഴുതുമ്പോ റൗണ്ടിലായിട്ട് എഴുതാന്ന് പഠിച്ചു അല്ലേ? ഒറ്റക്ക് എഴുതുമ്പോ ഇങ്ങനെ ഷേപ്പിലാന്ന് പഠിച്ചു അല്ലേ? ഓക്കെ. അതിനെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്തതിലോട്ട് പോകുമ്പോ മനസ്സിലാവൂല. അപ്പൊ നമ്മളിത് ബാന പഠിച്ചു അല്ലേ? ഓക്കെ. അടുത്തത് നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, അത് ഞാൻ ആദ്യം എഴുതി തരാം. ഇതാ. വെരി ഗുഡ്. ആരാ വായിച്ച? ആയിഷേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് ഞാനൊന്ന് എഴുതി തരാം. അപ്പൊ നമ്മള് ആദ്യം 3 തോണി വരച്ചു, ഞാൻ ഇത്തിരി റൗണ്ടിലായിട്ട് ഇട്ടു. അപ്പൊ അങ്ങോട്ട് ആദ്യം നമ്മൾ യു പഠിച്ചില്ലേ? അത് ആദ്യം എഴുതുക അല്ലേ? അപ്പൊ എന്താ വായിച്ചേ? യാ. പിന്നെ ബാ ബി ബു പഠിച്ചില്ല, അതിലെ ബി എഴുതി. പിന്നെ ബി പഠിച്ചില്ല നമ്മള്? ബീനെ നീട്ടാന് ബി പഠിച്ചില്ലേ? അപ്പൊ ബി ബി നു. ഓക്കെ.
ഇതിലെന്താണ് നമ്മൾ എന്താ പറഞ്ഞ ഒറ്റക്ക് എഴുതുമ്പോൾ യാ അങ്ങനെ തോണി പോലെ എഴുതണം. ഒറ്റക്കല്ല, ലാസ്റ്റിലാണ് എഴുതുമ്പോഴും ഒറ്റക്ക് എഴുതുമ്പോഴും ഇങ്ങനെയാ പഠിച്ചു. ഓക്കെ, കാണുന്നില്ലേ? ആരാണൊക്കെ എടുക്കുന്നത്? സഹ്റ, സഹ്റ. വയറുവേദനയാണ്. ആ ഓക്കെ, എന്നാ വേണ്ട, എന്നാ ഇതായിക്കോളെ, എന്നാ ഇരുത്തണ്ട. എന്താ വല്ല ചൂടുവെള്ളം കൊടുത്തു നോക്കി. എന്താ ഒരു വയറുവേദന, വെള്ളം കുടിക്കാഞ്ഞിട്ടാവും. ഓക്കെ, എന്നാ ഓഫ് ചെയ്താളി. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ച ഒറ്റക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നു, ലാസ്റ്റിൽ എൻഡിൽ വരുമ്പോൾ ഇങ്ങനെ എഴുതുന്നു പഠിച്ചു. പക്ഷെ നടുവിലും ഫസ്റ്റിലും നടുവിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചത് അല്ലേ? ഇതിന് മുകളിൽ ഉണ്ടെങ്കിൽ യാ വായിക്കും, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ വായിക്കും, അല്ലെങ്കിൽ യു വായിക്കും. ഒന്നുമില്ലെങ്കിലോ ഈ ബീനെ നീട്ടാനാന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? ഒന്നും എഴുതിയിട്ടില്ല അതിന് മുകളിൽ വരെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ബീനെ നീട്ടാനാന്ന് മനസ്സിലായി. അപ്പൊ യബീനു. അപ്പൊ അതെന്താ വായിച്ചേ? വായിച്ചോ? ആ ഓക്കെ ഓക്കെ. എന്താ വായിച്ചേ? ഇത്രയും പേരുണ്ടായിട്ട് എന്താ കേൾക്കാത്തു? യബീനു, വെരി ഗുഡ്. ഓക്കെ, ഇനി ഇനി നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതണം കേട്ടോ. ഇപ്പോഴല്ല, ഇനി വർക്കൊക്കെ ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ പഠിക്കുന്നത്. പിന്നെ ഇപ്പം ഇനി അടുത്ത ആഴ്ചയും കൂടി എടുക്കാൻ ആരോ പറഞ്ഞിരുന്നു, 2 ആളായിട്ട് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രീതിയിൽ പഠിച്ചാൽ മതി. ഈ ഒരു ക്ലാസ്സോടുകൂടി പഠിഞ്ഞോളൂ. ഇപ്പം നമ്മൾ 4 വീക്ക്. ഓക്കെ, ഇനി എന്താ ഇത് വായിച്ചേ? ഇതെന്താ വായിച്ചേ? ഇതെന്താ? നാബ, വെരി ഗുഡ്. ആയിഷ മാത്രമുള്ളല്ലോ വായിക്കുന്നത്, ഞാൻ കേൾക്കുന്നില്ലല്ലോ മറ്റുള്ളവർ വായിക്കുന്നത്. നാബ, നാബ ഞാൻ ഇവിടെ നാബന്റെ അടുത്ത് തന്നെ എഴുതി തരാം. അപ്പൊ നമ്മൾ എന്താ എഴുതിയേ? ആദ്യം ഞാൻ എഴുതി, ഞാൻ നീട്ടാൻ നമ്മൾ മുകളിലോട്ട് അലിഫ് കൊടുത്തു. ഇത് നോക്ക്, ഇതിന് നോക്കി ഞാൻ പറയുന്നത് പോലെ വായിക്ക്. ഞാ ആണ്. ഉമ്മച്ചിന്റെ മുഖത്തല്ല, സ്ക്രീനിൽ നോക്ക്. നാ ബ, നാ ബ, ബ ബീ ബു പഠിച്ച ബ. അപ്പൊ നാ ബ. ഇതെന്താ വായിച്ചേ? ഇനി കറണ്ട് പഠിച്ചു നിൽക്കോ? എന്തായിരുന്നു? ഇതാ, ഇതെന്താ? ആദ്യം നമ്മള് താഴെ 2 ഡോട്ട് ഇട്ടിട്ട് മുകളില് വരട്ടു. അപ്പൊ നമ്മൾ യാ വായിച്ചു. യാ എന്താണ്? യാ. ഇതെന്താ വായിക്കല്? യനു, നാ നീ നൂ എന്നുള്ള നൂ, യനൂ ബു, ബാബി ബു എഴുതിയ ബു. ഓക്കെ, അപ്പൊ യനൂബ്. മിസ്സിയ മനസ്സിലാവുന്നുണ്ടോ? ഉറക്കെ വായിക്കട്ടാ. യനൂബു. ഇപ്പൊ ടീച്ചർ പറയുന്നതിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി ട്ടാ. ഇത് മാത്രം പഠിച്ചാൽ മതി, അടുത്തത് വായിക്കല്ലേ. ഈ അടയാളം ഇട്ട് തരുന്ന സ്ക്രീനിൽ നോക്കിയിട്ട് ഇത് മാത്രം പറഞ്ഞാൽ മതി ട്ടാ. ഇതെന്താണ്? പറയ്, ഇതെന്താ? സ്ക്രീനിൽ നോക്കി വായിച്ചേ. ബാബാ പഠിച്ച ബാ അല്ലേ? ആ, ബാബ. വെരി ഗുഡ്. ബാത്ത എങ്ങനെ എഴുതിയേ? നമ്മൾ ആദ്യം ബാ ബീ ബു പഠിച്ച ബാ എഴുതി, താ തീ തൂ പഠിച്ച താ എഴുതി അല്ലേ? ബാത്ത. ഇനി എന്താ ഇത്? ഇതെന്താണ്? ആദ്യം അടിയില് യാ, വെരി ഗുഡ്. യാ. പിന്നെ നമ്മൾ ബാ ബി ബി, പിന്നെ ബീനെ നീട്ടാൻ വീണ്ടും യാ കൊടുത്തു. അപ്പൊ യബീ തു, യബീ തു. വെരി ഗുഡ്. ഓക്കെ, വായിച്ചേ.
യബീതു. യബീതു. ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? എനിക്ക് അയിനമിനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ, ഓളെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഓക്കെ. അടുത്തത് ഇതെന്താ? ബന. പിന്നെ ചില ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്നില്ല പറഞ്ഞിട്ടാണ് ഞാൻ സ്ക്രീൻ ഇത്ര വലുതാക്കി കേട്ടോ. ബന. ഓക്കെ. എങ്ങനെ എഴുതിയ? നമ്മള് ബ എഴുതി, ഞാ എഴുതി, ഞാനെ നീട്ടാൻ വേണ്ടിയിട്ട് അലിഫ് ഇട്ടു. അപ്പൊ എന്നിട്ട് ബാന്റെ താഴെ ഡോട്ട്, മുകളിൽ ഇത്, നാക്ക് മുകളിൽ ഡോട്ടും മുകളിൽ വരെ. അപ്പൊ നമ്മള് ബനാ വായിച്ചു. ഇനി ഇത് വായിച്ചേ. ഞാ വായിച്ചു. ആ, ഇതെന്താണ് മിസ്രിയ പറഞ്ഞേ? കുറച്ച് അടുത്തൊക്കെ വിളിക്കും. ബനി. വെരി ഗുഡ്. ആ, അപ്പൊ നമ്മള് വെരി ഗുഡ്. ഞാ കഴിഞ്ഞിട്ട് നമ്മൾ നീ പഠിച്ചില്ലേ? ആ നീ ആണ് ഇവിടെ വന്നത്. അതിനു മുമ്പിൽ ബാട്ട് കൊടുത്തു. അപ്പൊ നമ്മള് ബനി വായിച്ചു അല്ലേ? ബനാ, ബനി. ഇനി ഇതെന്താ? ഇതില് നാ നീ കഴിഞ്ഞിട്ട് നമ്മൾ നൂ പഠിച്ചു അല്ലേ? നൂ ബാന്റെ ബാക്ക് ശേഷം നൂ ഇട്ടു. അപ്പൊ ബനു. വെരി ഗുഡ്. പഠിക്കണം കേട്ടോ. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നമുക്ക് അടുത്ത ആഴ്ച തന്നെ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ. സാനി. ഇവിടെ നീ തന്നെ. ഇവിടെ ബനി എന്നുള്ള അടുത്തുള്ള നീ തന്നെയാണ് ഇവിടെ. അതിന്റെ അപ്പുറത്ത് സാനി തന്നു മാത്രം അല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ ഇന്നലെ തന്നത് മനസ്സിലായ നിങ്ങൾക്ക് ഇത് എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ വെറുതെ നമ്മൾ ഇനി 2 ദിവസത്തിന് വേണ്ടി മെനക്കെടുത്തണ്ട. ഓക്കെ. ഇതെന്താണ്? സാനി. എങ്ങനെ എഴുതി? നീന. ഓക്കെ. വെരി ഗുഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതില്. ഓക്കെ. അടുത്തത് ഇതും അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. നമ്മൾ ഈ രീതിയിലൊന്ന് എഴുതി നോക്കാം. ഓക്കെ. വെരി ഗുഡ്. എങ്ങനെ കിട്ടിയത്? നമ്മൾ എന്തൊക്കെ പഠിച്ച അക്ഷരങ്ങൾ അതിലുള്ളത്? ആയിഷ പറഞ്ഞു കൊടുത്തേ. സാബത്ത. വെരി ഗുഡ്. സാ. നമ്മൾ സാ സീ പഠിച്ചു. അതിലത്തെ സാ എഴുതി. പിന്നെ ബാ ബി ബു പഠിച്ച ബാ. വെരി ഗുഡ്. അപ്പൊ എന്ത് എളുപ്പാ അല്ലേ? എന്ത് എളുപ്പാണ്. ഇപ്പൊ എളുപ്പത്തിൽ പഠിക്കാലോ അങ്ങനെ നോക്കിയാല്. ഇതെന്താ? നമ്മള് യാ ഈ യു പഠിച്ചു. ആ യു എഴുതി. പിന്നെ നമ്മൾ ഇതെന്താ? നേരത്തെ കാണിച്ച സാ അല്ലെ? മുകളിൽ 3 ഡോട്ട് ഇട്ട സാക്ക് ശേഷം ആകാരത്തിന് യുസാ ബി. ബാ ബി ബുവിന്റെ ബി, താത്തി തൂന്റെ തു. യുസാ ബി തു. ഓക്കെ. എളുപ്പല്ലേ? എന്താ നിങ്ങള് പ്രയാസാന്ന് പറഞ്ഞത്? ഇതിപ്പോ നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്? നിങ്ങൾ തന്നെ വായിക്കുന്നുണ്ടല്ലോ. ഇനി ഇതൊന്ന് പറഞ്ഞേ. ഇതെന്താ? ആദ്യത്തെ അക്ഷരം എന്താ? സു. സാ സീ സു എന്നുള്ള സു. ഇനി ബൂ. ഇതല്ലേ? മേലെ ഞാൻ എഴുതുന്ന നോക്ക്. ബാ ബി ബൂ. ഇത് നമ്മൾ വെള്ളം പോലെ പഠിച്ചില്ലേ? അത് വോയിസ് വിടാൻ പറഞ്ഞിട്ട് ചിലവരൊന്നും വിട്ടില്ല. തു. വെരി ഗുഡ്. അപ്പൊ എളുപ്പമായില്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഖുർആൻ വായിക്കായിരിക്കും. സുബൂത്തു. ഇനി ഇത് വായിച്ചേ. ഇത് എളുപ്പമുള്ളതാണ്. കഴിഞ്ഞിട്ടെന്താ? ഇതിപ്പോ എന്താ? നമ്മള് നൂ പഠിച്ചില്ലേ? നൂ. പിന്നെ നമ്മൾ നൂ പഠിച്ചു. അത് ഒരുമിച്ച് എഴുതിയപ്പോ നൂനു. ഓക്കെ. അല്ല നൂനു. അങ്ങനെയല്ല. ആദ്യം നൂ പിന്നെ നൂ. ഓക്കെ. ഓക്കെ. നൂനു. നൂനു പേര് വിളിക്കും അല്ലേ? ആരെങ്കിലും പേര് നൂനുണ്ടാ? എന്റെ വീട്ടില് 2 നൂനുണ്ട്. ഓക്കെ.
അടുത്തത് യാ യാ അല്ല. ഇതെന്താ? ബാബി ബൂ ആണ്. ബൂ. ബിബു ആ ബൂ. നാനി. നാനീനുത്ത നീ. നാനീനുത്ത നീ. ബുനി. പിന്നെ യാ. യാ എന്തുകൊണ്ട് അങ്ങനെ എഴുതിയേ? അവിടെ ആ യാ ഇങ്ങനെ എഴുതി എന്താ വായിക്കാ? യാക്ക് ഈ അകാരം ഇടാതെ ഇട്ടാൽ എന്താ വായിക്കാ? ഇല്ലല്ല, യാ ഇടണമെങ്കിൽ വരടണ്ടേ? വരടാതെ ബുനി. എങ്ങനെ അത് കിട്ടിയേ? നമ്മള് നീ പഠിച്ചില്ല? നീ. അതിന്റെ അപ്പുറത്ത് ബൂട്ട്. ബാബി ബൂട്ട്. അപ്പൊ ബുനി. ഇനി ഇതിന്റെ മേലെ അകാരത്തിന്റെ അടയാളം ഇട്ടാല് എന്ത് വായിക്കും? ബുനിയ. എന്താണ്? വെരി ഗുഡ്. ആ അപ്പൊ പഠിഞ്ഞില്ലേ? അപ്പൊ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചാല് അതൊക്കെ പറയണം കേട്ടാ. വര ഇട്ടിട്ട് ഇനിയിപ്പോ ഈ അകാരത്തിന് പകരം താഴെ ഇട്ടാൽ എന്താ വായിക്കും? ബുനി. ബുനി. അങ്ങനത്തെ വാക്കൊന്നും ഇല്ല കേട്ടോ. ഇതെന്താ അങ്ങനെ ഇട്ട എന്തായിരിക്കും? ബുനിയു. ബുനിയു. ഓക്കെ. നമ്മളിവിടെ അകാരം ഇട്ടപ്പോ ബുനിയ വായിച്ചു അല്ലേ? ഓക്കെ. ഓക്കെ. ഇല്ല, ഇത് ബുനിയ. യാ. അതിന് ഇതാണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു വരല്ലേ? അപ്പൊ ബുനിയ. വര ഇട്ടിട്ടില്ലെങ്കിൽ നമ്മള് ബുനി വായിക്കും അല്ലേ? ഇനി ഇതെന്താ? ഇതെന്താ? ആ ആ ബുയു. ആ വെരി ഗുഡ്. വെരി ഗുഡ്. അതിനെ നോക്കുന്നില്ലേ? ആദമിനൊന്നും എനിക്ക് കാണുന്നില്ല. ആദം കേറിയിട്ടില്ലേ? കേറിക്കണല്ലോ. ആദം ഇതുപോലെ വായിക്കും. ഉമ്മ പറഞ്ഞു കൊടുക്കരുത് ട്ടാ. ഇത് നോക്ക്, മേലെ സ്ക്രീനിൽ നോക്ക്. ഞാൻ അങ്ങനെ എഴുതി. എന്നിട്ട് നമ്മള് ബാ ബി ബൂ പഠിച്ച ബൂ എഴുതി അല്ലെ? ബൂ. എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ വളഞ്ഞ അടയാളിട്ടപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് ബൂ ആണ് മനസ്സിലായി അല്ലേ? ഇത് വളഞ്ഞ അടയാളത്തിന് പകരം ഇങ്ങനെയാണെങ്കിലോ? ഇങ്ങനെ വളഞ്ഞ അടയാളത്തിന് പകരം ഇതാണെങ്കിൽ പറ മിസ്രിയ പറഞ്ഞ. ഇല്ല, ഞാനിപ്പോ എഴുതിയത് ഇതാ ഇങ്ങനെ ഇട്ടു. എന്താ വായിക്ക? ബൂ അല്ല. ഇതെന്താ? പൂവാടി. മുകളില് വരട്ടാല് വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ ഇട്ടപ്പോ ബൂ വായിച്ചു അല്ലേ? ഇനി യാ ഈ യു പഠിച്ചില്ല? ബുയൂ. താ തീ. തീ എഴുതി. അപ്പൊ ബുയൂത്തി. ഓക്കെ. അപ്പൊ എളുപ്പല്ലേ ഇത് പഠിക്കാന്? പിന്നെന്തിനാ? അപ്പൊ ഇനി ഒറ്റക്ക് എഴുതണം കേട്ടോ. ഓക്കെ. അടുത്തത് ഇത് വായിച്ചേ. വെരി ഗുഡ്. അതെങ്ങനെ പഠിച്ചു? വാ എഴുതാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആരോ ഒരാള് ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. നമ്മള് 12, 3, 6, 9 അല്ലേ? അപ്പൊ നമ്മൾ ഇവിടുന്ന് തുടങ്ങാം. ഈ 6ന്ന് തുടങ്ങി ഇങ്ങനെ. പക്ഷെ കുഞ്ഞു വര മതി കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് താഴോട്ട്. അത് കുറെ വലുതായി. കുഞ്ഞു വര മതി കേട്ടോ. പക്ഷെ നമ്മൾ 6ന്ന് തുടങ്ങാം. റൗണ്ട് ലെറ്റർ ആണ് വാ. അപ്പൊ വാ. അപ്പൊ വാ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്ക പറഞ്ഞേ? വാ ഇങ്ങനെ ഇട്ടാ വാ വായിക്കും. അടിയിലിട്ട വി വായിക്കും. ഉകാരിട്ടാല് വൂ വായിക്കും. ഒന്നിട്ടിട്ടില്ലെങ്കിൽ ഊന നീട്ടാനല്ലേ? ഊന നീട്ടാന് വായിക്കും അല്ലെ? വേറൊരു പ്രത്യേകത എന്താണ്? വാക്ക് ശേഷം നമ്മള് ഒന്നും എഴുതൂല. അതിന്റെ കൂടെ ബാവും ഒന്നും എഴുതൂല അല്ലെ? ഓക്കെ. അലിഫ്. അപ്പൊ 2 അക്ഷരം അങ്ങനെ പഠിച്ച. അലിഫിന് ശേഷം ഒന്നും എഴുതൂല അല്ലെ? അതിന്റെ മുമ്പ് എഴുതും. മുമ്പ് ബാന്ന് എഴുതും അല്ലെങ്കിൽ പൂന്ന് എഴുതും അല്ലെ? അങ്ങനെ നമ്മൾ പഠിച്ചുട്ടോ.
അപ്പൊ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ബാങ്ക് കൊടുക്കണ്ട്, വെള്ളം കുടിച്ചോളൂ. ബാങ്ക് കൊടുക്കുമ്പോഴേ ഹയ്യ അല സ്വലാ ആയിഷ, ബാങ്ക് കൊടുക്കുമ്പോ ഹയ്യ അല സ്വലാ എന്ന് പറയുമ്പോ എന്താ ചെയ്യാ? എന്താ നമ്മൾ പറയാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എപ്പോഴൊക്കെ പറയാ? ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാ പറയുമ്പോ ട്ടോ. ആ അതും ഇവിടെ ഇരിക്കണ്ടല്ലേ, ഇവിടെ കാണുന്നു. അപ്പൊ അമാന എവിടെ പോയി? അവിടെ ഉണ്ടാ? മിസ്രിയ, ഇന്ന് സ്ഥലം മാറി. അന്നലെ ഇരുന്നീന്ന് വേറെ സ്ഥലത്തായിരുന്നല്ലോ. ഇപ്പൊ ലൈറ്റിന്റെ അടുത്തായിട്ട് എന്റെ മുഖം കാണുന്നില്ല. ഇന്നലെ ഈ ഇരുന്നപ്പോ ഇപ്പൊ എന്റെ ലൈറ്റിന്റെ തൊട്ടടുത്ത ലൈറ്റ് ആണ് എന്റെ ബാക്കിൽ, അത് കാരണം കാണില്ല. അമാനിപ്പോ ജോയിൻ ആയിട്ടുള്ളൂ. ഈ എവിടെയായിരുന്നു? അമ്മാൻ ഓഡിയോ ഓൺ ആക്ക്. അമ്മാൻ ഓഡിയോ ഓൺ ആക്ക്. അപ്പൊ ഈ എവിടെയായിരുന്നു ഇത്ര നേരം? അമാന ഇപ്പൊ ജോയിൻ ആയിട്ടുള്ളൂ? ഉണ്ടായിരുന്ന ആദ്യം മുതൽ ഉണ്ടായിരുന്ന? ഞാൻ കണ്ടിട്ടില്ല, അതാ ഞാൻ ചോദിച്ചേ. ഓക്കെ, സൗണ്ടിൽ പറയും, മിസ് കേക്കട്ടെ. ആ ഓക്കെ ഓക്കെ. മനസ്സിലാവുന്നുണ്ടാ? ക്ലാസ്സിൽ പറയുന്ന മനസ്സിലാവുന്നുണ്ടാ? ഓക്കെ. ടെക്സ്റ്റ് ബുക്കിന്റെ ഇതെടുത്തോ? PDF മറ്റേ ഫോട്ടോസ്റ്റാറ്റ് എടുത്തോ? അടുത്ത് ഓക്കെ. അതിൽ നിന്ന് ഓരോ വർക്ക്, ഓക്കെ ഓക്കെ, ഓരോ വർക്ക് എഴുതി അയക്കണം കുറേശ്ശെ ട്ടാ. ശരി. അപ്പൊ ഞാനൊന്നും കണ്ടിട്ടില്ല എന്നെ. ഓക്കെ, നമുക്കിനി നമ്മുടെ ഇതിലോട്ട് പോവാം. ഓക്കെ, എന്താ ഓക്കെ. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ. എവിടെ എത്തിയിരുന്നു? വസബ എത്തില്ലേ?
വസബല്ലേ പറഞ്ഞേ? ഓക്കെ, ദാ വസബ അല്ലേ? വസബ നവാനെ കുറിച്ച് പറഞ്ഞ. അപ്പോ നമ്മൾ വാ വി വു എന്നുള്ള വാ എടുത്തു അല്ലേ? ഓക്കെ, എന്നിട്ട് നമ്മൾ സാ സീ സുവിന്റെ സാ എടുത്തു. പിന്നെ എന്താ കൊടുത്തേ? ബാ ബി ബു എന്ന് ബാ എടുത്തു അല്ലേ? അപ്പൊ നമ്മൾ അതിനെന്ത് വായിച്ചു? വസബ. കേൾക്കുന്നില്ലേ? ഇരുന്ന പോലെ തന്നെ വേണം. കേൾക്കുന്നില്ലേ മക്കളെ? വായിക്ക് വായിക്ക് വായിക്ക്. ബാങ്കും കഴിഞ്ഞു പോയപ്പോൾക്ക് നിങ്ങൾ പോയാ? വായിക്ക്. പോര് 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 കഴിഞ്ഞു. ഇന്റർവെല് കഴിഞ്ഞു. ആശ വായിക്ക്. ഇതെന്താണ്? വസബ. ഓക്കെ, വസബ. അതൊന്നും ഇനി ബുദ്ധിമുട്ടില്ല, എളുപ്പാണ്. ഇതെന്താ? അടുത്ത വായിച്ച്. വായിച്ചേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓരോരുത്തരെ കൊണ്ടും വായിപ്പിക്കാം. നിങ്ങളൊന്നും മുണ്ടണില്ല. അതെങ്ങനെ എഴുതിയെന്നറിയോ? നമ്മൾ യാ എഴുതി, സി എഴുതി, ബാ എഴുതി. യാ ഈ യുത്തെ യാ, സാ സി ആ സി എഴുതി, ബാ ബി ബു ബു എഴുതി. അപ്പൊ നമ്മൾ യസി ബു വായിച്ചു കേട്ടോ. ഓക്കെ, ഇനി ഇത് വായിച്ചേ. ഓക്കെ ഓക്കെ, വായിച്ചേ വായിച്ചേ വായിച്ചേ, വേഗം വായിച്ചേ. അത് ഫുള്ള് കിട്ടണം അല്ലേ? താഴെ വരെ കിട്ടണം, എന്നാലേ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഇപ്പൊ ശരിയായില്ല. ഇനി വായിച്ചേ. ദാ താഴോട്ട്. എല്ലാരും വായിക്കും, വേഗം വായിക്കും. വെരി ഗുഡ്. എല്ലാവരും വായിക്ക്. ബാക്കിയുള്ളവരോടല്ലേ? ഒന്ന് കഴിഞ്ഞിട്ട്. ആയിട്ടില്ല ആയിട്ടില്ല. ഞാൻ വരട്ടത് വായിച്ചാ മതി. ബാ ബി ബു. ബാക്കിയുള്ളവരും കൂടി ഒപ്പം എത്തണ്ടേ? എല്ലാരും വായിച്ചോ? വെരി ഗുഡ്. അടുത്തത് സാ സീ സു. എങ്ങനെ സാ പറയാ? സാ. അമാന, സാന്റെ മഹ്റജ് എങ്ങനെയാ? സാ പറയുമ്പോൾ ഇതണ്ടോ, നാവിന്റെ തുമ്പ് ഈ രണ്ട് പല്ലിന്റെ അടുക്ക് ഇങ്ങനെ വരും. സാ. സാ. ഈ മേലത്തെ ചുണ്ട് അല്ല, മേലത്തെ പല്ലില്ലേ? അതിന്റെ തലപ്പ് ഈ നാവിന്റെ അറ്റത്ത് തട്ടുട്ടാ. സാ സി സു. സാ പറയരുത്, അത് വേറെ അക്ഷരാണ്. സാ സി സു. ഓക്കെ, ഇതെന്താണ്? വെരി ഗുഡ്. എല്ലാരും പറയാ. ആകെ രണ്ടാളെ സൗണ്ട് കേൾക്കുന്നുള്ളൂ. ഇതെന്താ? വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ, ഇതാണ് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഇതാ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ഒരുമിച്ച് എഴുതിയാൽ മതി. നമുക്ക് ഇത് അങ്ങനെ പഠിച്ച് വായിച്ചേ. ബാ ബി ബു. നീട്ടി പറയണം. വെരി ഗുഡ്. ബാ ബി ബു. മിസ്രിയ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കുന്നില്ല. സാ സീ പറഞ്ഞ. അമാനൊന്നും പറയുന്നില്ല. നാ നീ നു. ഓക്കെ, യാ ഈ യു. നമ്മൾ ഇത്രയും അക്ഷരങ്ങളാണ് പഠിച്ചത് കേട്ടാ. നമ്മൾ ഇത്രയും അക്ഷരങ്ങളാണ് പഠിച്ചത്. ഓക്കെ, നമ്മൾ ഇത്രയും അക്ഷരങ്ങളാണ് പഠിച്ചത്. അതിൽ ഇതിനാണ് ബത്തസന, അലിഫ്, വാവ്, വലവ, യ. ഇത്ര അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടോ. ഒന്ന് ബാ പഠിച്ചു, ഒന്ന് താ പഠിച്ചു, ഒന്ന് സാ പഠിച്ചു, ഒന്ന് നാ. അലിഫ് പഠിച്ചു. അലിഫിന് ഇങ്ങനെ ഇങ്ങനെയൊന്നും വരില്ല എന്ന് പഠിച്ചു. അലിഫിന് ശേഷം വരില്ല എന്ന് പഠിച്ചു.
പിന്നെ അത്രയും കാര്യങ്ങൾ. പിന്നെ വാ പഠിച്ചു. വാ നീട്ടാൻ കൂട്ടുകാരൊക്കെ പെട്ടെന്ന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് പറഞ്ഞു. അലിഫ് വാവ് യാ. യാനെ കുറിച്ച് എന്താ വായ. പഠിച്ചത്? യാ ഇങ്ങനെ എഴുതുന്നും പഠിച്ചു അല്ലേ? ഇങ്ങനെയും കൂടി എഴുതുന്നും പഠിച്ചു അല്ലേ? ഞാൻ അതേപോലെ ഇങ്ങനെ എഴുതും അല്ലേ? ഇതുപോലെ എഴുതുന്നു പഠിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ ഇനി അടുത്ത വീക്ക് ഇത് എടുക്കൂല കേട്ടോ. നമ്മൾ പുതിയ പാഠത്തിലോട്ടാവും പോവുക. അതിന്റെ ആവശ്യമില്ല. ഇനി ഈ വീക്ക് ഇനി എടുക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓരോരുത്തർ വായിച്ചിട്ടില്ല. ഞാനൊന്ന് ഓരോരുത്തരെ കൊണ്ടൊന്ന് വായിപ്പിക്കട്ടെ. ഉമ്മാരെ കൂടി കൊടുക്കരുത് കേട്ടോ. ഓക്കെ. സ്ക്രീൻ ഇവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ അടുത്ത് അങ്ങോട്ട് വന്നാൽ എനിക്കിത് കാണാൻ കഴിയൂല. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ എന്റെ ടെക്സ്റ്റ് നോക്കി വായിച്ചേ. എന്റെ ടെക്സ്റ്റ് ഞാൻ തുറക്കാം. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേ നിങ്ങൾ എന്താ ചെയ്യണേന്ന് എനിക്ക് കാണില്ല. ടെക്സ്റ്റ് നോക്കി വായിച്ചേ. ആദ്യം ആഴ്ച വായിച്ചേ. യൂണിറ്റ് 2 14-ാമത്തെ പേജ്. എല്ലാവരും നോക്കട്ടോ. ഓരോരുത്തർ വായിക്കുമ്പോ കറക്റ്റ് വായിച്ചു തരണേ. ഒരു മിനിറ്റ് ആയിഷ, ഒരു മിനിറ്റ് ആയിഷ. അതിനും അയ്യ പോയാ ഓടിവാ. ആയിഷ വായിച്ചു കഴിഞ്ഞ ഓരോരുത്തരും വായിക്കണം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നോക്കിക്കോളി. എങ്ങനെ ആയിഷ വായിക്കണേ നോക്കി. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണേ. ഒരു മിനിറ്റ്. എന്റെ പെണ്ണ് പോയി. ബാബ വായിച്ചു. ഞാൻ കേട്ടില്ല. ബാബ വായിക്കാതെ. വെരി ഗുഡ്. പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുക്കരുത്. ബാക്കിയുള്ളവര് ഒരു മിനിറ്റ്. ബാക്കിയുള്ളവർ കൂടെ പറയണ്ട. നിങ്ങള് പഠിച്ചാ മതി കേട്ടോ. മനസ്സിൽ പഠിച്ചാ മതി. യതൂബു. വെരി ഗുഡ്. ബാ ബി ബു ബു. വെരി ഗുഡ്. യസൂബു. വെരി ഗുഡ്. അടുത്തത് ഉമ്മച്ചിനെ നോക്കല്ലേ. ഉമ്മച്ചി അവിടെ നിന്ന് പോയിക്കോട്ടെ. ഈ വായിച്ചോ. വെരി ഗുഡ്. അല്ല, ആദ്യത്തെ. വെരി ഗുഡ്. ബാന. വെരി ഗുഡ്. യബീനു. വെരി ഗുഡ്. എല്ലാരും ടെക്സ്റ്റ് നോക്കട്ടാ. യനൂ. വെരി ഗുഡ്. മബ്രൂക്ക്. വാത്ത. വെരി ഗുഡ്. യബീതു. വായന്ന് കൈയെടുക്കാം. ബനാ. ബാ അല്ല, ബനാ. വായന്ന് കൈയെടുക്ക്. ബനാ. ഓക്കെ. വേറെ ഉണ്ട് അല്ലേ? ബനി. നൂ വളഞ്ഞ ചിഹ്നല്ലേ? കാനി. ഇനി അടുത്ത വരിയിലുണ്ട്. 15-ാമത്തെ പേജിലുണ്ട്. വെരി ഗുഡ്.
യ ആ സ ആ ബി ആ ത മാഷാഅല്ലാ. അപ്പൊ ഇനി നാളെ മുതൽ എനിക്ക് ടീച്ചർ ആവാലോ. യുസാബിത്തു ആ ബിത്ത് ആ സ സാ സു സി സു സു ആ അക്ഷരം നോക്കി. സു നോക്ക് ചിഹ്ന ഏതാ നോക്ക്. ആ സു ബൂ ബ ആ ത കൂട്ടി ആ വായിക്ക്. വെരി ഗുഡ്. ആ ആ ബ സുബൂത്തു ആ സുബൂത്തു. അടുത്തത്. നോ ആ നോ കൂട്ടി വായിക്ക്. ആ നോ നീട്ടി വയ്ക്കും. നൂനു ആ നോ ആ അടുത്തത്. നോ ഇത് ബ ആ ബി ബി അല്ല അല്ല അക്ഷരം ബു നോക്കണം. നീ നീ നി മുകളില് ഡോട്ട് ഇട്ടാല് നാ, താഴെ ഡോട്ട് ഇട്ടാല് ബ. അപ്പൊ ബു നീ അത് മാറിപ്പോക്ക. ബോനി ബോനി. ലാസ്റ്റത്ത് ഉം. ഇതെന്താ ബു ബോനി ആയിട്ട് ലാസ്റ്റ് താറാവ് എന്താ ബുദ്ധി. താറാവ് എന്തിനാ യാ ആ ബുനിയ. ഓക്കെ വെരി ഗുഡ്. ആ ബ ആ ആ യോ ആ തി കൂട്ടി ബുയോത്തി വായിക്ക്. വെരി ഗുഡ്. ആ ആ ആ അടുത്തത്. വ ആ സ ആ ബ ആ വെരി ഗുഡ്. ആ ആ ഉം. ആ ബ യ ആ ഉം. തി ഉം. ബി ആ ബി ബു ഗസിബു. ആ വെരി ഗുഡ്. ആ ഇനി സ്പീഡിൽ വായിച്ചേ ബാബീബു വായിച്ചോ. താഴോട്ട്. ബ എ ബ ആ ത തെ ത ആ തെ ത ആ ഞാനീന വ ആ വേ വ യ യേ യ ആ മാഷാഅല്ലാ. ആ അടുത്തത്. ബ ആ ബി ബോ ആ ത ആ തി ആ തോ ആ സ സി ആ സോ ആ ഞ നീ നോ ഉം, വ ഉം, ബി ഉം, വോ ഉം, ഉം, യ ഉം, ഹ ഈ യോ ഉം, ബ ഉം. ബി ഇത് ബ ബ ആ ത സ ആ ആ ഞ ഉം, അലിഫ് ആ റ യ ഓക്കെ മാഷാഅല്ലാ മാഷാഅല്ലാ മബ്രൂക്ക് ബറക്കല്ലാഹു ഫീക്ക്. ഒരു കൈയടിച്ച് എല്ലാരും ഉഷാറായിട്ട് വായിച്ചിക്കണ്. ഓക്കെ ഇനി ആരാ അടുത്തത്? മിസ്രിയ വായിച്ചാലോ? മിസ്രി എവിടെ പോയി? മിസ്രിയ ഇനി കാണുന്നില്ലല്ലോ. മിസ്രിയ പോയാ? മിസ്രിയ ഓക്കെ എന്നാ അമ്മാനെ വായിച്ചേ. താബ ഓക്കെ അല്ല ബാബ, ആദ്യത്തെ ബാബ. ഇത് വായിക്ക്. ബാബ ഉം. താബ വെരി ഗുഡ്. യത്തൂബു വെരി ഗുഡ്. സാബ വെരി ഗുഡ്. യസ്തൂബു വെരി ഗുഡ്. സാ ഉം. വ ആ ബ ബു ബു ഊന്റെ അടയാളം. ഊ വളഞ്ഞിട്ടാല് അപ്പൊ ബു ഊ എന്നുള്ള ചിഹ്നാണ് കേട്ടോ. സവാ ബു. ബു ആ ആ ബാ ഉം. ബാബി. ഉം. നമ്മള് ബാബി ബൂ പഠിച്ചില്ലേ? ബാബി ബൂ പഠിച്ചില്ലേ? ബാബി ആണ് അത് കേട്ടോ. ബാബി ബാബി. ഓക്കെ ആ മിസ്രി അപ്പൊ വരാട്ടോ. അമ്മാനെ വായിച്ചു കേട്ടോ. ബാന. ഉം. വെരി ഗുഡ്. യബീനു. മാഷാഅല്ലാ. ആ നാബ. വെരി ഗുഡ്. മിസ്രി വായിക്കുന്നത് എല്ലാരും വിരല് വെച്ച് കേൾക്കിട്ടാ. ആ ആ
Janubu. വെരി ഗുഡ്. ആ Bata. വെരി ഗുഡ്. Yatubu. ആ യബീതു. ഓക്കെ വെരി ഗുഡ്. ആ ന Bana. ആ അങ്ങനെയല്ല. ആ പറഞ്ഞു കൊടുക്കണ്ട, ഒറ്റക്ക് വായിച്ചോളും. ആ ബ Ba. ബ അല്ല ബ. ഇത് വായിക്ക്. Ban. ആ Na. ആ നാക്ക് ശേഷം അലിഫിട്ടപ്പോ നാന നീട്ടി, നാ നീട്ടി, അപ്പൊ ബന. ഓക്കെ. നാ നീ നൂ എന്നുള്ള നാ, പിന്നെ ബ ബി ബു എന്നുള്ള ബ, അപ്പൊ ബന. അങ്ങനെ പഠിക്കണം കേട്ടോ. ആ അടുത്തത് നോക്കിയേ. ആ Bani. വെരി ഗുഡ്. ബനി. ഓക്കെ. Bu. Ba. ആ Nu. ബനു. വെരി ഗുഡ്. Banu. ആ ഇപ്പൊ അതിലെല്ലാം വന്നു. ഞാൻ നീ, Saba. ആ. അല്ല, സാ കഴിഞ്ഞിട്ട് എന്താ? മുകളിലാണ് പുള്ളി. Saba. അല്ല, മുകളിലാണ് പുള്ളി. പുള്ളി നോക്ക്, മുകളിൽ പുള്ളിട്ട് എന്താ വായിക്കാം? ആ Saba. Saba. അല്ലല്ല, അപ്പൊ അങ്ങനെ മിശ്രമുണ്ടല്ലേ. മോളെ ആ മരം ഇങ്ങോട്ട് നോക്ക്. നമ്മള് താഴെ ഡോട്ട് ഇട്ടാല് ബാ പറഞ്ഞല്ലേ. ആ മുകളിൽ ഡോട്ട് ഇട്ട ഞാ ആണ് പഠിച്ചത് അല്ലേ, ഞാ. അപ്പൊ ഞാന്റെ അടിയിൽ വരട്ടാല് നീ, അപ്പൊ പിന്നെ നീട്ടി, അപ്പൊ നീ ആയി. അങ്ങനെ വായിക്കുമ്പോ സാനി. ഒന്നും കൂടി വായിച്ചേ, വായിച്ചേ. Sani. ആ ഇനി മറക്കൂല്ലോ. ഇല്ല. ഓക്കെ. ആ ഇനി അടുത്തത്. അടുത്തതുണ്ട്, ഇപ്പുറത്തെ വരിയിലുണ്ട് 15ാമത്തെ. ഈ അങ്ങനെ ഇരിക്കരുത് കേട്ടോ. നാളെ മുതല് ഒരു ടേബിളും ഇരിക്കണം കേട്ടോ. കസാലയില്, ചെയറില്, ബെഡിൽ ഇരിക്കരുത്. Sa. ആ ആ വായിക്ക്. Ba. ബ Ta. ത. Saba. വെരി ഗുഡ്. ആ സാബത. ആ വായിക്ക്. Ta. വായിച്ചോളൂ, വായിച്ചോളൂ. Ya. ആ Yu. ആ യു യു. ആ ആ Yu. ആ ശരം നോക്ക്. Yes. Sa. യു നീ ആ നോക്ക്. സാ. Yes. സാ സീ സു എന്നുള്ളത് സാ. അപ്പൊ യു സാ Yes. Sa. യു സ യു യു Yu. യു യു സാ. നോക്ക്. യു സ Yusa. ആ Ni. ബി. യു സ Yusa. എന്താ അത്ര ബുദ്ധിമുട്ട്? ഉമ്മച്ചി പറഞ്ഞു കൊടുക്കണ്ട. എന്താ അത്ര ബുദ്ധിമുട്ട്? ബാ ബി ബു പഠിച്ചില്ലേ, അപ്പൊ ബി. താത്തി തു തു. എന്റെ ഇരുത്ത് ശരിയല്ല, ഒരു ഇടത്തറായിട്ടാണ് ഇരിക്കണത്. ഇതാണ് യു സാ തു. വായിക്ക്. Sabu. Yu. അടുത്തത് ഇസ്ലിയ അടുത്തത്. പറയല്ലേ. ആ Su. സുബു. Suba. Tu. സുബു. സുബു. Subu. Tu. വെരി ഗുഡ്. മാഷാഅല്ലാ, മബ്റൂക്ക്. ആ Yu. ആ ആ ആ Nun. നു 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 നു. ആ നു. ഇപ്പൊ നൂന് പഠിഞ്ഞില്ലേ? നൂന് മേലെ പുള്ളിട്ട നു. ആ നു നു. അതിന്റെ അടുത്തത് Bu. ആ Bi. ബുനി. Buni. ബുനി നീട്ടാനല്ല, ആ യാക്ക് മേലെ അകാരത്തിന്റെ അടയാളുണ്ട്. പിന്നില്ല. Bunia. ബുനിയ. വെരി ഗുഡ്. ഉമ്മച്ചി പറഞ്ഞു കൊടുക്കല്ലേ. ബുനിയ. ഓക്കെ. Bu. Ba. ബു. Bu. ആ Ni. Ni. മിസ്രിയ. Yu. Buni. ആ Yu. ആ ബുയൂ. Ti. ആ വെരി ഗുഡ്. ആ ബുയൂത്തി. ഓക്കെ ഓക്കെ. ആ Wa. ഉം. Saba. ആ ആ Wasaba. വസബ. സാ നീട്ടാനില്ല, അലിഫ് ഇട്ടിട്ടില്ലല്ലോ. സ Wasaba. വസബ. വെരി ഗുഡ്. ആ Ya. ആ Subu. യസി. Yasibu. ആ യസി നീട്ടാനില്ല, യസിബു. യസിബു. Yes.
യാ ഈ യൂത്ത യാ സാ സി എന്നുള്ളത്ത സി ബ ബി ബു എന്നുള്ളിടത്ത ബു അപ്പൊ എ സി ബു ആ അടുത്തത് താഴോട്ട് വേഗം വായിച്ചേ ba bi ആ bu ആ sa si tu ആ ആ sa si ആ tu വെരി na ഗുഡ് ni nu ആ വെരി wa ഗുഡ് vi vu ആ ya yi yu വെരി ഗുഡ് ആ ഇനി ബാ ba ഉം, ബി bi ആ ബൂ bu ആ ബൂ നീട്ടിക്ക നല്ലോ നീട്ടിക്ക വേഗം വേഗം വായിക്ക ആ ആ ta ഉം, si ആ tu ആ sa ഉം, si ആ su ഊ ആ വെരി ഗുഡ് ആ ya ആ ni ആ nu വെരി ഗുഡ് ആ wa ആ i ഈ wa ഊ wa വെരി ഗുഡ് ആ യാ ya ആ yi ആ yu ആ വെരി ഗുഡ് ഇനി അടുത്ത ba വാക്കുകൾ ta ഉം, sa ഉം, na ഉം, alif ഉം, wa ഉം. ya വെരി ഗുഡ് മാഷാഅല്ലാ മബ്രൂക്ക് ഓക്കെ ഇനി മിസ്രി വായിച്ചേ ba ആ വെരി ബാബ ബാബ ആദ്യം ആദം വിരൽ വെച്ച് കേൾക്കട്ടാ ba ആ ബാബ ba ആ വെരി ഗുഡ് ആ ya tubu വെരി ഗുഡ് ആ sa അല്ല ഇങ്ങോട്ട് നോക്ക് അമ്മച്ചി പറഞ്ഞിരുന്നു ആ ഷാബ വെരി ഗുഡ് ആ ya su ആ bu ആ മാഷാഅല്ലാ മബ്രൂക്ക് മിസ്രിയ പുതിയ സ്റ്റുഡന്റ് ആണ് കേട്ടോ ആ sa ആ ba ആ bu ആ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ അറിയാത്തത് പറഞ്ഞുതരാം ഓക്കെ വെരി ഗുഡ് ആ സവാബു ആ അടുത്തത് ba ഉം, bi ബി വെരി ഗുഡ് ആ ബാ ബി ബു എന്നുള്ള ബാബി ഓക്കെ bana വെരി ഗുഡ് ആ യ ya ആ ആ ti ബി ya ആ യ ബി ya biyu നു നു ya binu ആ നു എങ്ങനെയായി ഇത് മുകളിൽ ഡോട്ട് ഇട്ടാല് നാ അല്ലേ ആ നാ നീ നു ആണിത് കേട്ടോ അപ്പോൾ ആദ്യത്തത് താഴെ രണ്ട് ഡോട്ട് ഇട്ടാല് യ പിന്നെ ബാക്ക് ബി അപ്പൊ യബീനു ബാ ബീ പഠിച്ചില്ലേ ആ യബീനു ആണത് കേട്ടോ ഓക്കെ അടുത്തത് ടെസ്റ്റ് ഇല്ല നെക്സ്റ്റ് ഇല്ല കാണുന്നില്ല ആ സ്ക്രീനിലാ നോക്കുന്ന ഈ ഓക്കെ ഞാൻ കാണിച്ചു തരാം ആ അപ്പൊ സ്ക്രീനിലാ നോക്കുന്നല്ലേ ഓക്കെ ഓക്കെ ആ ഞാനേ നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോന്നീന്നു ഓക്കെ ഇത് ഒന്നിട്ട് പോയാൽ മറ്റേതൊക്കെ പോവതുള്ളത് ഇതെന്താ ശരിയാവാത്തു സ്റ്റക്കായോ ആ അപ്പൊ ശരി ഓക്കെ ആ ഇനി വായിച്ചേ വായിച്ചോ sa ഇതാ ഇവിടെ ഇതാണ് nya ആ ba വെരി ഗുഡ് ആ ya
ആ ന്യൂ ആ ആ ബു വെരി ഗുഡ്. ആ ബാ ആ ത വെരി ഗുഡ്. ആ യാ ആ യാ ബി യാ നീട്ടാനില്ല. യാ നീട്ടാനില്ല. ബി യാ ബി ആ തു ഓ വെരി ഗുഡ്. അപ്പൊ എന്താ വായിക്കുക? യബീത്തു. യാന്നില്ല, യബീത്തു. യാ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ മേലക്ക് ഇടണം. ഇത് മേലക്ക് ഇട്ടിട്ടില്ലല്ലോ. അപ്പോ ഇത് മേലക്ക് ഇട്ടാലാണ് യാ വായിക്കുന്നത്. മേലക്ക് ഇട്ടിട്ടില്ല. അപ്പൊ നമ്മൾ യാ ട്ടോ. യബീത്തു. ഓക്കെ, വായിച്ചോ വായിച്ചോ വായിച്ചോ. ഇനി ഇതെന്താ? ബാ ആ ബാ ആ ന. മുകളിൽ ഡോട്ട് ഇട്ടാല് നാ നീട്ടാനിട്ടാല് നാ. അപ്പോ ബന വെരി ഗുഡ്. ഓക്കെ. ആ ബാ ആ നി ആ ബനി ബനി. വെരി ഗുഡ്. ആ ബാ ആ ബാ ആ ന്യൂ ബനു. വെരി ഗുഡ്. ആ സാ ഉം. മുകളിൽ ഡോട്ട്. അപ്പൊ നീ ആണ്. നീ നീട്ടിയാല് എന്താ വായിക്കാ? സാനി ആ നീ. അപ്പൊ സാനി. സാനി. ഓക്കെ. ആ ഇനി ഇത് വായിച്ചേ. സാ ആ ബാ ആ ത വെരി ഗുഡ്. ആ ന്യൂ യു ആണ്. താഴത്ത് 2 ഡോട്ട് ഉണ്ട്. 2 ഡോട്ട് ഇട്ട യു. ആ 3 ഡോട്ട് ഇട്ട സാന്നെ നീട്ടിയാല് ആ ബി യുസാ. ബി ആ ത തു. തു ആ ഒരുമിച്ച് വായിച്ചേ. യുസ ആ ബി തു ആ ഒന്നും കൂടി. യുസാബിതു വെരി ഗുഡ്. യുസാബിത്തു. ഉമ്മച്ചി പറഞ്ഞു കൊടുക്കണില്ലല്ലോ. സു ആ ആ ബു ആ തു ഓക്കെ വെരി ഗുഡ്. സുബൂത്തു. ഓക്കെ. ആ ഇത് ന്യൂ ഉം. ന്യൂ നു. ന്യൂ അപ്പൊ എന്താ വായിക്കാ? ന്യൂ നൂനു. എന്താണ്? ന്യൂ വെരി ഗുഡ്. ആ ഇതെന്താ? ബു ആ നീ ആ യ വെരി ആ ബുനിയ ബുനിയ. വെരി ഗുഡ്. ആ ബു ആ യു ആ യു ആ തി. തി ആ വെരി ഗുഡ്. ബുയൂത്തി. ഓക്കെ. ആ ബ ബ ആ ആ സ ബ ആ വെരി ഗുഡ്. വസബ വെരി ഗുഡ്. ആ അങ്ങനെയാണ് പഠിക്കേണ്ടത് കേട്ടാ. ആ യാ ആ സി ആ ബു ഓക്കെ വെരി ഗുഡ്. മാഷാഅല്ലാ, മബ്റൂക്ക്. ഇതൊക്കെ ഒറ്റക്ക് തന്നെ പറഞ്ഞ് പഠിക്കുമ്പോഴുള്ളൂ പഠിയാ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാവില്ല അവർക്ക്. ഓക്കെ. ഇനി സ്പീഡിൽ വായിച്ചേ. ബാബീബു വെരി ഗുഡ്. താത്തീത്തു വെരി ഗുഡ്. താസീസു വെരി ഗുഡ്. ഞാനീനു വെരി ഗുഡ്. ആ വാവീവു ഉം. യായിയു വെരി ഗുഡ്. ആ അടുത്തത് അടുത്തത് ഉം. ബാബീബു ഉം. വെരി ഗുഡ്. ആ താത്തീത്തു വെരി ഗുഡ്. താസീസു വെരി ഗുഡ്. ആ ഞാനീനു വെരി ഗുഡ്. ആ വാവീവു വെരി ഗുഡ്. യായിയു വെരി ഗുഡ്. ആ ഇനി അത് ബാ ഉം. താ സാ ഞാ അലിഫ് വാ യാ ഉം.
ഓക്കെ ഓക്കെ മാഷാ അല്ലാ മബ്രൂക്ക് ബറക്കല്ലാഹു ഫീക്ക്. ഓക്കെ അപ്പൊ അടിപൊളിയായിട്ട് വായിച്ചിരുന്നല്ലോ. ഓക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ നമ്മളെ ടൈം കുറെ ആയില്ലേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീക്കിൽ ഇൻഷാ അല്ലാ ബാക്കി ഇപ്പൊ 3 പേരാ വായിച്ചത്. അപ്പൊ ആദം, ഐനം, അമാന വായിച്ചു. ഓക്കെ വേറെ ആരാ? ആദം, ഐനം, പിന്നെ ബാക്കി ആരാ? മറ്റവരൊക്കെ പോയാ? അപ്പൊ ബാക്കിയുള്ള പേര് അടുത്ത ആഴ്ച ഇതേപോലെ വായിച്ചു തരണം. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ പഠിക്കണം കേട്ടാ. പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ മാഷാ അല്ലാ മബ്രൂക്ക് ബറക്കല്ലാഹു ഫീക്ക് ഇവര് 3 ആളും നന്നായിട്ട് വായിച്ചു. അതേപോലെ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് വരണം കേട്ടാ. അടുത്ത വീക്കിൽ നമുക്ക് ഇതുപോലെ പഠിക്കാം. അപ്പൊ ഉമ്മച്ചി വായിച്ചു തരില്ല കേട്ടോ. ടീച്ചറും നമുക്ക് 2 പേർക്കും കൂടി അങ്ങനെ വായിക്കട്ടെ. ആദം, താനിയ, ആയിക്കോട്ടെ അന്ന, ചേച്ചി. ഓക്കെ ഓക്കെ അപ്പൊ ഉഷാറായിട്ട് പഠിച്ചു വരട്ടാ. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Assalamualaikum. ബറക്കല്ലാഹു ഫീ